Hey guys, I am Razys. In our garage, we have a model Alto. This model Alto. The question is the wheel jam. We have owner wheel jam clear. We wheel jam clear video on our YouTube channel. We already reels on our main page. Simple. Okay, ABS is careful drum. Now, we are careful okay guys, now we will car brakes inspect this is autumn chance. Okay, now we main focus on back brakes. Hand brake down. We have 5 lock, 6 lock. This is 8 lock hand brake. That's why I just clear it. Okay, now we will video back brakes, rear brakes clean adjust video. Okay, guys, video skip channel subscribe share bell icon click. Okay, now we video go. നമ്മുടെ ABS-ന്റെ സെൻസർ ആണ് ഇവിടെ വരുന്നത്. ഓക്കേ, നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസറിൽ ഒരിക്കലും തന്നെ ഡാമേജ് വരരുത്. ഡാമേജ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, റീപ്ലേസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഈ ലോക്ക് നമ്മൾ കുറച്ച് പുറത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഷൂസ് ഒന്ന് എക്സ്പാൻഡ് ആവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടും. മാത്രമല്ല വണ്ടി ഓടിക്കുമ്പോൾ നല്ല ബ്രേക്കിംഗ് റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത് P400 ആണ്. ഇത് വളരെ ലൈറ്റായിട്ടുള്ള പേപ്പറാണ്. ഒരുപാട് ഹാർഡായിട്ടുള്ള പേപ്പർ വെച്ച് ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇത് മെല്ലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷൂ ചെയ്ത് കഴിഞ്ഞു. ഇനി പിറകിലത്തെ ഷൂ ചെയ്യാം. നമ്മുടെ ഡ്രമ്മിൻ്റെ ഉൾഭാഗം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പേപ്പർ ചെയ്യാം. ഇതിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ പൊടിയുണ്ട്. ഇതുണ്ടോ, നല്ല രീതിയിൽ പൊടിയുണ്ട്. ഇതൊക്കെ നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യണം. ഇതൊക്കെ വന്ന് സ്റ്റക്കായിട്ടാണ് നമ്മുടെ ഷൂ പിടിച്ച് നിൽക്കുന്നത് ബാക്കിൽ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഷൂ ഫുൾ ക്ലീൻ ചെയ്തു. മാത്രമല്ല നമ്മുടെ ഡ്രമ്മിൽ നമ്മൾ പേപ്പർ ചെയ്തിട്ടുണ്ട്. അകത്തുള്ള പൊടിയെല്ലാം ക്ലീൻ ചെയ്ത് ഫുൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ കാണിക്കാം. നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കും. എന്നിട്ട് നമുക്ക് പുറത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ലോക്ക് പുറത്തേക്ക് വെച്ചു, 2 ലോക്ക് പുറത്തേക്ക് വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഷൂ കുറച്ച് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രം ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ ഡ്രം ഈസി ആയിട്ട് കയറി പോയിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലോക്ക് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലും കുറച്ചുകൂടെ കൂടുതൽ വേണം. ഇപ്പോൾ ഒരു ലോക്കും കൂടെ ഞാൻ വെച്ചു. ഇനിയും നോക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രീ ആണ്, സിമ്പിളായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു ലോക്കും കൂടെ വയ്ക്കാൻ പോവാണ്. ഒരു ലോക്ക് കൂടെ വെച്ചു. നേരത്തെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ ഡൗൺ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത്രത്തോളം പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റാഡ്. ഇപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഡ്രം കറക്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് തന്നെ തിരിയുന്നുണ്ട്. ഓക്കെ, ഇത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല, ആ രീതിയിൽ നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് വാഷർ. ശേഷം നമ്മൾ ലോക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ബോൾട്ടാണ്. ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാം. നമ്മളിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നട്ട് ടൈറ്റ് ചെയ്ത ശേഷം ഇവിടെ ലോക്ക് കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ക്യാപ്പ് വെച്ചു നല്ല ഹാമർ വെച്ച് തട്ടി കൊടുക്കാം. നമ്മൾ സെയിം ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും.
ഇനി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലെ ബ്രേക്ക് കൂടെ കാണിച്ചു തരാം. കാറിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡാണ്. ഇവിടെ കാണാൻ പറ്റും മെറ്റീരിയൽ ഒരുപാടുണ്ട്, പുതിയ പാഡ് പോലെ തന്നെയുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത ശേഷം ഫിക്സ് ചെയ്യുന്നതായിരിക്കും കാറിലേക്ക്. നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് സമയം ഇനി നമുക്ക് ഓടിക്കാൻ പറ്റും. കാലിപ്പർ പുറത്തേക്ക് എടുത്തു. ഇത് നമ്മുടെ പാഡാണ്. പാഡ് പുതിയ പാഡാണ്. നമുക്ക് നോക്കാം. ഇതിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്ത് കൊടുക്കണം. കാരണം പാഡ് കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ഇവിടുത്തെ ഈ ഒരു ഗ്ലേസിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതും നമ്മൾ പേപ്പർ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡും. മാത്രമല്ല നമുക്ക് കാലിപ്പറിൻ്റെ പിന്നും ജസ്റ്റ് ചെക്ക് ചെയ്യാം. കാലിപ്പറിൻ്റെ പിൻ്റെ അകത്ത് ഗ്രീസൊക്കെ ഒരുപാട് ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രീസൊക്കെ ഒന്ന് മാറ്റി പുതിയ ഗ്രീസ് കൊടുക്കാം. ഈ പിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. ഈ ബൂട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ടോപ്പ് സൈഡിലെ പിന്നാണ് അയച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ക്ലോത്ത് ഇറക്കിയ ശേഷം ക്ലീൻ ചെയ്യണം. അകത്തുള്ള ഗ്രീസെല്ലാം ഇതുണ്ടോ. ഇത് കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ കാലിപ്പർ പിന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡാമേജ് ആവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീസ് അപ്ലൈ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് ഗ്രീസാണ്. ഇത് ഹൈ ടെമ്പറേച്ചർ ഗ്രീസാണ്. ഇത് മെൽറ്റ് ആവില്ല, നമുക്ക് കുറേ ലൈഫ് കിട്ടും നോർമൽ ഗ്രീസിനേക്കാളും. ഇത് നമുക്ക് ഇതുപോലെ പിന്നിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് ശരിക്കും ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട് ഈ ഗ്രീസ്. ബ്രേക്കിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. പുതിയ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സെയിം ഫീലിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ 4 പിന്നിലും ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ 2 പിന്നും ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 പിന്നും. 2021 മോഡൽ അൾട്ടോയുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കിലെ ബ്രേക്സ് ഒരുപാട് ഡൗൺ ആയിരുന്നു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫ്രണ്ടിലെ കാലിപ്പർ പിന്നിൻ്റെ ക്ലീനിങ് നമ്മളെല്ലാം ചെയ്തു, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ഈ കാർ ഓടിക്കുമ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സെയിം ഫീലാണ്. അതായത് നമ്മൾ ജസ്റ്റ് പയ്യെ ഒന്ന് ബ്രേക്ക് പെഡലിൽ കാല് വെച്ചാൽ മതി, അപ്പോഴേ നമുക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ. മാത്രമല്ല ഹാൻഡ് ബ്രേക്കും നല്ല പെർഫെക്റ്റ് ആണ്. ഹാൻഡ് ബ്രേക്ക് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് എത്ര ലോക്ക് വരുന്നുണ്ട് എന്നുള്ളത്. മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത ശേഷം ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വന്ന റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ലിവറിലേക്ക് നോക്കിക്കോ. ഞാനിപ്പോൾ നമ്മുടെ ലിവർ ജസ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം 1 ലോക്ക് വന്നു, 2 ലോക്ക് വന്നു, 3 ലോക്ക് വന്നു, 4 ലോക്ക് വന്നു, 5 ലോക്ക് വന്നു. ഇപ്പം 5 ലോക്കൊക്കെ ആയപ്പോഴേക്കും നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് പൊക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ നല്ല പക്ക ടൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ 9-10 ലോക്കൊക്കെ വരെ മേലേക്ക് വരുമായിരുന്നു. അപ്പം നിങ്ങളുടെ കാറിന് ഇതുപോലെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ബാക്ക് സൈഡിലെ ബ്രേക്ക് ഷൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഹാൻഡ് ബ്രേക്കൊക്കെ നല്ല സ്ട്രോങ് ആയിക്കോളും. ഹാൻഡ് ബ്രേക്കൊക്കെ സേഫ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആക്സിഡൻറ്റ് വരാനും പൈസയൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഓട്ടോമോട്ടീവ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.